ഹലോ നമസ്കാരം. PSC ഫോർസെറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 2024 ജൂനിയർ അസിസ്റ്റൻറ്റ് LD ക്ലർക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പോർച്ചുഗീസുകാർ കേരളത്തിന് ധാരാളം സംഭാവനകൾ നൽകി. താഴെ പറയുന്നവയിൽ പോർച്ചുഗീസുകാരുടെ സംഭാവനയല്ലാത്തത് ഏതാണ്? ഓരോ പ്രസ്താവനകൾ നോക്കാം. അവർ കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും ശാസ്ത്രീയ കൃഷി പ്രോത്സാഹിപ്പിച്ചു. അവർ കൊച്ചി, അങ്കമാലി, വൈപ്പിൻകോട്ട എന്നിവിടങ്ങളിൽ ദൈവശാസ്ത്ര സെമിനാരികളും കോളേജുകളും സ്ഥാപിച്ചു. അവർ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിതു. പുകയില, പൈനാപ്പിൾ, പപ്പായ തുടങ്ങിയ പുതിയ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ അവതരിപ്പിച്ചു. ബോൾഗാട്ടി കൊട്ടാരം ആരാണ് പണിതത്? ബോൾഗാട്ടി കൊട്ടാരം ഡച്ചുകാരാണ് ബോൾഗാട്ടി കൊട്ടാരം പണിതത്. അപ്പോൾ ഇതിൽ തെറ്റായത് ഏതാണ്? മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. തിരുവിതാംകൂറിലെ റാണി സേതുലക്ഷ്മിബായിയുടെ ചില ഭരണ പരിഷ്കാരങ്ങൾ ചുവടെ വിവരിക്കുന്നു. അവ കാലക്രമത്തിൽ ക്രമീകരിക്കുക. 1. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. 2. തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളാൽ പ്രകാശപൂരിതമാക്കി. മൃഗബലി നിരോധിച്ചു. പിതൃതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിച്ചു. ഇതിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് 1926. 1926 ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത്. തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളാൽ പ്രകാശപൂരിതമാക്കിയത് 1929. മൃഗബലി നിരോധിച്ചത് 1925. പിതൃതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിച്ചത് 1928. അപ്പോൾ ഇതിൽ മൃഗബലി നിരോധിച്ചത് ഫസ്റ്റ് വരും. പിന്നെ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. അടുത്തത് പിതൃതര അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിച്ചു. അവസാനം തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളാൽ പ്രകാശപൂരിതമായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ താഴെ പറയുന്ന പ്രസിഡന്റുമാരെ അവരുടെ പ്രസിഡന്റിഷിപ്പിൻ്റെ വർഷങ്ങളുമായി പൊരുത്തപ്പെടുത്തുക. ഹക്കീം അജ്മൽ ഖാൻ. ഹക്കീം അജ്മൽ ഖാൻ INC പ്രസിഡൻ്റായത് 1921. അബ്ദുൽ കലാം ആസാദ്. അബ്ദുൽ കലാം ആസാദ് INC പ്രസിഡൻ്റായത് 1923. 1923 ആദ്യമായി അബ്ദുൽ കലാം ആസാദ് INC പ്രസിഡൻ്റായത്. മഹാത്മാഗാന്ധി 1924 INC പ്രസിഡൻ്റായി. വല്ലഭായ് പട്ടേൽ 1931 INC പ്രസിഡൻ്റായി. ഇന്ത്യൻ പത്രങ്ങളും അതിൻ്റെ സ്ഥാപകരും താഴെ കൊടുക്കുന്നു. അവരിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്തുക. ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. സമ്പദ് കൗമുദി രാജാറാം മോഹൻ റോയ്. ഹിന്ദു പാട്രിയറ്റ് മധുസൂദൻ റേ. മിറാത്തുൽ അക്ബർ ഫിറോസ് ഷാ മേത്ത. ഇതിലേതാണ് തെറ്റ്? മിറാത്തുൽ അക്ബർ രാജാറാം മോഹൻ റോയുടെ പത്രമാണ്. അപ്പോൾ തെറ്റായി കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ 4 അവകാശവാദം എ. പാണ്ഡകളെ സമ്മാനിച്ചുകൊണ്ട് സൗഹൃദത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായി ചൈന USA-യും യൂറോപ്പുമായും പാണ്ഡ നയതന്ത്രം പ്രഖ്യാപിച്ചു. കാരണം USA-യുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ചൈന പിങ് പോങ് നയതന്ത്രം പ്രഖ്യാപിക്കുകയും ടേബിൾ ടെന്നീസ് ടീമിനെ അയക്കുകയും ചെയ്തു. എയും 6 എന്നിവ ശരിയാണ്. എന്നാൽ എയുടെ ശരിയായ വിശദീകരണം അല്ല 6. 2023 മെയ് മാസത്തിൽ ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ നടന്ന ഒരു തീമാറ്റിക് എക്സിബിഷനാണ് ജൻശക്തി എ കളക്റ്റീവ് പവർ. ഇതിനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനകൾ തെറ്റാണ്? പ്രസ്താവനകൾ പരിശോധിക്കാം. 1. പ്രസ്താവന: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിൻ്റെ 150ാം എപ്പിസോഡായിരുന്നു ഇത്. 2. എക്സിബിഷൻ ഇന്ത്യയുടെ കലാവൈവിധ്യത്തെ ആഘോഷിക്കുന്നു. സ്വച്ഛ് ഭാരത് തീം ഒരു കല ആയി ചിത്രീകരിച്ചത് അവിടെ പ്രദർശിപ്പിച്ചു. 20 തീമുകളുടെ കലാപരമായ പ്രതിനിധാനം അവിടെ പ്രദർശിപ്പിച്ചു. ഇതിൽ എക്സിബിഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകളാണ്. എക്സിബിഷൻ ഇന്ത്യയുടെ കലാവൈവിധ്യത്തെ ആഘോഷിക്കുന്നു. സ്വച്ഛ് ഭാരത് തീം ഒരു കല ആയി ചിത്രീകരിച്ചത് അവിടെ പ്രദർശിപ്പിച്ചു. തെറ്റായ പ്രസ്താവനകൾ 1ഉം 4ഉമാണ്. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിൻ്റെ 150ാം എപ്പിസോഡായിരുന്നു ഇത്. 20 തീമുകളുടെ കലാപരമായ പ്രതിനിധാനം അവിടെ പ്രദർശിപ്പിച്ചു. ഈ 2 പ്രസ്താവനകളും ഇത് തെറ്റാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമതലത്തിൻ്റെ ഭാഗമല്ലാത്തത്? ഉത്കൽ സമതലം. ഉത്കൽ സമതലം കിഴക്കൻ തീര സമതലത്തിൻ്റെ ഭാഗമാണ്.
വെസ്റ്റർലീസിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. പ്രസ്താവനകൾ ഓരോന്ന് നോക്കാം. പ്രസ്താവന എ. ഈ കാറ്റ് തെക്കൻ അർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് നിന്ന് തെക്ക് കിഴക്കോട്ട് വീശുന്നു. അത് വ്യാപാരക്കാറ്റിന് എതിരായി വീശുന്നു. വടക്കൻ അർദ്ധഗോളത്തിൽ 40° മുതൽ 50° വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ ഈ കാറ്റ് ഗർജിക്കുന്ന ഫോർട്ടീസായി വീശുന്നു. മൺസൂൺ മൂലം കിഴക്കൻ ഏഷ്യയിൽ കാറ്റിൻ്റെ പ്രഭാവം തകർന്നിരിക്കുന്നു. ഇതിലെ തെറ്റായ പ്രസ്താവന വടക്കൻ അർദ്ധഗോളത്തിൽ 40° മുതൽ 60° വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ ഈ കാറ്റ് ഗർജിക്കുന്ന ഫോർട്ടീസായി വീശുന്നു. വടക്കൻ അർദ്ധഗോളത്തിലല്ല, ദക്ഷിണാർദ്ധഗോളത്തിലാണ് ഇത് ഗർജിക്കുന്ന ഫോർട്ടീസ് എന്ന് അറിയപ്പെടുന്നത്. വായുവിൻ്റെ നിരയിലെ ഓസോൺ സാന്ദ്രതയുടെ കനം ഡാഷിൽ രേഖപ്പെടുത്തുന്നു. ഡോപ്സൺ യൂണിറ്റ്. ഓസോൺ സാന്ദ്രതയുടെ കനം രേഖപ്പെടുത്തുന്ന യൂണിറ്റാണ് ഡോപ്സൺ യൂണിറ്റ്. ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള യഥാർത്ഥ പ്രസ്താവനകൾ തിരിച്ചറിയുക. ഫസ്റ്റ്, ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ മേഖലയാണ് കാമ്പ്. ആവരണം പ്രധാനമായും ഇരുമ്പും നിക്കലും ചേർന്നതാണ്. മൊഹോറോവിക് വിരാമം താഴ്ന്ന പുറന്തോട് ആവരണത്തിൽ നിന്നും വേർതിരിക്കുന്നു. പുറന്തോടിൻ്റെ ശരാശരി സാന്ദ്രത 12.3 ആണ്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏറ്റവും ആഴമേറിയത് ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ മേഖലയാണ് കാമ്പ്. മൊഹോറോവിക് വിരാമം താഴ്ന്ന പുറന്തോട് ആവരണത്തിൽ നിന്നും വേർതിരിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ചാലക്കുടി നദിയുടെ പോഷക നദി അല്ലാത്തത്? കോതയാർ. താഴെ പറയുന്നവയിൽ ഏതാണ് ചാലക്കുടി നദിയുടെ പോഷക നദി അല്ലാത്തത്? കോതയാർ. ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്-റേ ഉദ്വമനത്തിൻ്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം തിരിച്ചറിയുക. എക്സ്പോസാറ്റ്. ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്-റേ ഉദ്വമനത്തിൻ്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. സമ്പദ് വ്യവസ്ഥയിലെ വിടവ് നികത്തലുകളുമായി വികസന ബാങ്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനകൾ ആണ് ശരി? വ്യാവസായിക വികസനത്തിൻ്റെ ഉത്തേജകങ്ങൾ, മൂലധനം, എൻ്റർപ്രൈസ് മാനേജ്മെൻറ്റ് എന്നിവയുടെ ചാനലുകൾ നൽകുക, സംരംഭകർക്ക് ഇടത്തരം ദീർഘകാല ഹ്രസ്വകാല ധനസഹായം വാഗ്ദാനം ചെയ്യുന്നു, സാമ്പത്തികവും സാമ്പത്തികേതരവുമായ സഹായത്തിൻ്റെ ഒരു പാക്കേജ് വാഗ്ദാനം ചെയ്യുക. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് 1, 2, 4. വ്യാവസായിക വികസനത്തിൻ്റെ ഉത്തേജകങ്ങൾ, മൂലധനം, എൻ്റർപ്രൈസ് മാനേജ്മെൻറ്റ് എന്നിവയുടെ ചാനലുകൾ നൽകുക, സാമ്പത്തികവും സാമ്പത്തികേതരവുമായ സഹായത്തിന് ഒരു പാക്കേജ് വാഗ്ദാനം ചെയ്യുക. WTO ടെർമിനോളജി. കാർഷിക സബ്സിഡികൾ പെട്ടികളായി തിരിച്ചറിയപ്പെടുന്നു. അതിനാൽ വികസ്വര രാജ്യങ്ങളിലെ മാനവ വികസന പ്രശ്നങ്ങൾ ഡാഷാണ്. S&D പെട്ടി. GSTക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത നികുതിദായകരെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? കാർഡുകളിലെയും UPIയിലേക്കും പണമടയ്ക്കാം. ഒരു പൊതു ആപ്ലിക്കേഷനിൽ സെൻട്രൽ ടാക്സ് അതോറിറ്റിയാണ് രജിസ്ട്രേഷൻ നൽകേണ്ടത്. ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം ബിസിനസ്സുകൾ ഉള്ള ഒരു വ്യക്തിക്ക് ഓരോ ബിസിനസ്സിനും വെവ്വേറെ രജിസ്ട്രേഷൻ നേടാം. ഇതിൽ 1ഉം 3ഉമാണ് കറക്റ്റായിട്ടുള്ള പ്രസ്താവനകൾ. കാർഡുകളിലേക്കും UPIയിലേക്കും പണമടയ്ക്കാം. ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം ബിസിനസ്സുകളുള്ള ഒരു വ്യക്തിക്ക് ഓരോ ബിസിനസ്സിനും വെവ്വേറെ രജിസ്ട്രേഷൻ നേടാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവന്ന പുതിയ സാമ്പത്തിക നയം ഇന്ത്യയിൽ ആഗോളവൽക്കരണം നേരിടുന്ന വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ടാണ്. അന്താരാഷ്ട്ര ക്രമീകരണങ്ങൾക്കായി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരി? ഏകദേശം 20%. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവന്ന പുതിയ സാമ്പത്തിക നയം ഇന്ത്യയിൽ ആഗോളവൽക്കരണം നേരിടുന്ന വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ടാണ്. അന്താരാഷ്ട്ര ക്രമീകരണങ്ങൾക്കായി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരി? ഏകദേശം 20%. ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചത്? ചെല്ലയ്യ കമ്മിറ്റി. ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചത്? ചെല്ലയ്യ കമ്മിറ്റി.
ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ഏറ്റവും പ്രയാസമേറിയ ദൗത്യം സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണം. ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ഏറ്റവും പ്രയാസമേറിയ ദൗത്യം സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണം. മൗലികാവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? മൗലികാവകാശങ്ങൾ സ്വഭാവത്തിൽ ന്യായമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ മൗലികാവകാശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വത്തവകാശം മൗലികാവകാശമല്ല. ആർട്ടിക്കിൾ 51A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇതിൽ തെറ്റായ പ്രസ്താവന ആർട്ടിക്കിൾ 51A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 21A ആണ്. ചേരുംപടി ചേർക്കുക. ആർട്ടിക്കിൾ 356 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം. ആർട്ടിക്കിൾ 325 സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസി. ആർട്ടിക്കിൾ 76 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി നടപടിക്രമം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായി യോജിക്കുന്ന വസ്തുതകൾ തിരിച്ചറിയുക. 44-ാം ഭരണഘടനാ ഭേദഗതി നിയമം സ്വത്തവകാശം. 86-ാം ഭരണഘടനാ ഭേദഗതി നിയമം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 42-ാം ഭരണഘടനാ ഭേദഗതി നിയമം മിനി ഭരണഘടന. 91-ാം ഭരണഘടനാ ഭേദഗതി നിയമം കൂറുമാറ്റ വിരുദ്ധ നിയമം. ഇതിൽ 4-ാമത്തെ ജോഡിയായ 91-ാം ഭരണഘടനാ ഭേദഗതി നിയമം കൂറുമാറ്റ വിരുദ്ധ നിയമമല്ല. ഈ ഭേദഗതി നിയമത്തിൽ പറയുന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര മന്ത്രിസഭാംഗങ്ങളുടെ എണ്ണം ലോക്സഭാംഗങ്ങളുടെ ആകെ എണ്ണത്തിൻ്റെ 15% കവിയാൻ പാടില്ല. അതേപോലെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒരു സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ പരമാവധി എണ്ണം നിയമസഭാംഗങ്ങളുടെ 15% കവിയാനോ 12 എണ്ണത്തിൽ കുറയാനോ പാടില്ല. അപ്പോൾ 1, 2, 3 ജോഡികൾ ശരിയായ ജോഡികളാണ്. ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും മൂന്നിലൊന്ന് സ്ത്രീകൾക്കായി നീക്കിവച്ചിരിക്കുന്നത്? ഭരണഘടന 106-ാം ഭേദഗതി നിയമം 2023. ഇലക്ടറൽ ബോണ്ട് സ്കീം കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ടറൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. ഇലക്ടറൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു. ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു. ഈ പ്രസ്താവനകൾ എല്ലാം ശരിയാണ്. ഇലക്ടറൽ ബോണ്ട് സ്കീം കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ടറൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. ഇലക്ടറൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു. ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. ഭരണഘടനയുടെ 15-ലെ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിയമ ഭരണഘടനാ ചട്ടക്കൂട് പ്രതിപാദിക്കുന്നു. ഭാഗം 18-ലെ ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ചട്ടക്കൂടിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 5 മുഴുവൻ സമയ കമ്മീഷണർമാരുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവനയായ ഭരണഘടനയുടെ ഭാഗം 15-ലെ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിയമ ഭരണഘടനാ ചട്ടക്കൂട് പ്രതിപാദിക്കുന്നു. ഒന്നാമത്തെ പ്രസ്താവന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. തെറ്റാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ല, ഇന്ത്യൻ പ്രസിഡൻ്റാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ പ്രസിഡൻ്റാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 5 അംഗങ്ങളല്ല ഉള്ളത്, 3 അംഗങ്ങളാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ളത്.
കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുകയും ഇവയിൽ ഏതാണ് ശരിയെന്ന് കണ്ടെത്തുകയും ചെയ്യുക. ഗവൺമെൻറ് നയങ്ങളും പരിപാടികളും ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി ഗവൺമെൻറ്റിൻ്റെ മാനേജർ കഴിവുകളുടെ രണ്ടാം നിരയായി പൊതുസേവകരുടെ ഒരു കേഡർ ഉണ്ടാക്കുക എന്നതാണ് KASൻ്റെ ലക്ഷ്യം. KASൽ KAS ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ, KAS ഓഫീസർ സെലക്ഷൻ ഗ്രേഡ് സ്കെയിൽ, KAS ഓഫീസർ സൂപ്പർ ടൈം സ്കെയിൽ എന്നീ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നു. KASൽ ചേരുന്ന ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാന സർവീസിൽ ജൂനിയർ ടൈം സ്കെയിലിൽ ട്രെയിനിയായി കരിയർ ആരംഭിക്കും. ഈ പ്രസ്താവനകൾ എല്ലാം ശരിയാണ്. 1957 കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ടിൻ്റെ പ്രാഥമിക ലക്ഷ്യം ഡാഷായിരുന്നു. കുടിയാന്മാർ, കുടികിടപ്പുകാർ, ഭൂമി കൃഷി ചെയ്യുന്ന മറ്റു ചില വിഭാഗങ്ങൾ എന്നിവരെ കുടിയൊഴിപ്പിക്കുന്നത് സ്റ്റേ ചെയ്യൽ. കുടുംബശ്രീയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? 1997 കുടുംബശ്രീ സ്ഥാപിതമായത്. സ്ത്രീകൾക്കായി കുടുംബശ്രീക്ക് ത്രിതല NHG, ADS, CDS സജ്ജീകരണമുണ്ട്. കേരള സർക്കാരിൻ്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ. കുടുംബശ്രീയെക്കുറിച്ച് ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ്. 1997 കുടുംബശ്രീ സ്ഥാപിതമായത്. സ്ത്രീകൾക്കായി കുടുംബശ്രീക്ക് ത്രിതല സജ്ജീകരണമുണ്ട്. കേരള സർക്കാരിൻ്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഡാഷ് അധ്യക്ഷതയിലുള്ള ഒരു നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഒരു നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ്. അക്ഷയയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? വിവരസമ്പന്നരും വിവരദരിദ്രരും തമ്മിലുള്ള വിടവ് നികത്തുക എന്നതാണ് അക്ഷയയുടെ ദൗത്യം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ സർക്കാർ മുതൽ പൗരന്മാർ വരെയുള്ള സേവനങ്ങൾക്ക് അക്ഷയ ഒരു വേദി നൽകുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയായി ഇത് പ്രവർത്തിക്കുന്നു. ICT വഴി പൗരന്മാർക്ക് കാര്യക്ഷമമായ, സുതാര്യവും സൗകര്യപ്രദവുമായ സേവനങ്ങൾ അക്ഷയ നൽകുന്നു. ഇതിൽ തെറ്റായ പ്രസ്താവന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയായി ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ സംരക്ഷണ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 2005. ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ സംരക്ഷണ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 2005. ചേരുംപടി ചേർക്കുക. ഭരണഘടനയുടെ 11ാം ഷെഡ്യൂൾ PRIകൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. ഭരണഘടനയുടെ 11ാം ഷെഡ്യൂൾ PRIകൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. ഭരണഘടനയുടെ 12ാം ഷെഡ്യൂൾ മുനിസിപ്പാലിറ്റികൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. ഭരണഘടനയുടെ 12ാം ഷെഡ്യൂളിൽ പറയുന്നത് മുനിസിപ്പാലിറ്റികൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. ആർട്ടിക്കിൾ 243A ഗ്രാമസഭ. ആർട്ടിക്കിൾ 243A ഗ്രാമസഭ. ആർട്ടിക്കിൾ 243K സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആർട്ടിക്കിൾ 243K സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റെഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചത്? കേരള ലോകായുക്ത ഭേദഗതി ബിൽ 2022. 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റെഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചത്? കേരള ലോകായുക്ത ഭേദഗതി ബിൽ 2022. ഡാഷ് റിട്ട് എന്നത് ഏതെങ്കിലും പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിൻ്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ്. മാൻഡമസ്. ഡാഷ് റിട്ട് എന്നത് ഏതെങ്കിലും പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിൻ്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ്. മാൻഡമസ്.
PMKSY അഥവാ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സർക്കാർ പദ്ധതിയാണ് ജലസംരക്ഷണ മാനേജ്മെൻറ്റ്. PMKSYയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സർക്കാർ പദ്ധതിയാണ് ജലസംരക്ഷണ മാനേജ്മെൻറ്റ്. ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? MGNREGA 2005 ആരംഭിച്ചു. MGNREGA പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം ഗ്രാമീണ കുടുംബങ്ങൾക്ക് 100 ദിവസം തൊഴിൽ ഉറപ്പാക്കുക എന്നതാണ്. MGNREGAയുടെ വേതനം 1948 മിനിമം വേതന നിയമം അനുസരിച്ച് സംസ്ഥാനത്തെ കർഷക തൊഴിലാളികൾക്ക് വ്യക്തമാക്കിയിട്ടുള്ള നിയമപരമായ മിനിമം വേതനം അനുസരിച്ച് നൽകണം. ഈ പ്രസ്താവനകൾ എല്ലാം ശരിയാണ്. വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള സമയപരിമിതി എന്താണ്? അഭ്യർത്ഥന സമയം മുതൽ 48 മണിക്കൂർ. വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി എന്താണ്? അഭ്യർത്ഥന സമയം മുതൽ 48 മണിക്കൂർ. പ്ലേഗിൻ്റെ കാര്യത്തിൽ ഏത് പ്രസ്താവനകൾ ആണ് ശരി? യെർസിനിയ പെസ്റ്റിസ് എന്ന രോഗകാരിയാണ് ഇത് ഉണ്ടാക്കുന്നത്. കൊതുക് കടിയിലൂടെയാണ് ഇത് പകരുന്നത്. അതിൻ്റെ വാഹകർ ചെള്ളുകളാണ്. രക്തപ്രവാഹത്തെയും ശ്വാസകോശത്തെയും ബാധിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ 1, 3, 4 യെർസീനിയ പെസ്റ്റിസ് എന്ന രോഗകാരിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ വാഹകർ ചെള്ളുകളാണ്. രക്തപ്രവാഹത്തെയും ശ്വാസകോശത്തെയും ബാധിക്കുന്നു. കേരളത്തിലെ ആർദ്ര മിഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതാണ് ശരി? നിലവിലുള്ള PHCകളെ FHCകളാക്കി ഉയർത്താനാണ് ഇത് ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ എല്ലാ ആളുകൾക്കും COVID-19 വാക്സിൻ നൽകാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. NCD-CD ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും മാനേജ്മെൻറ്റിനെക്കുറിച്ചും ഫീൽഡ് സ്റ്റാഫിന് പരിശീലനം നൽകാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. ഫിറ്റ്നസിനും യോഗയ്ക്കുമുള്ള സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇതിൽ 1, 2, 4 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. നിലവിലുള്ള PHCകളെ FHCകളാക്കി ഉയർത്താനാണ് ഇത് ലക്ഷ്യമിടുന്നത്. NCD-CD ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും മാനേജ്മെൻറ്റിനെക്കുറിച്ചും ഫീൽഡ് സ്റ്റാഫിന് പരിശീലനം നൽകാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. ഫിറ്റ്നസിനും യോഗയ്ക്കുമുള്ള സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. ആൻജിയോജെനിസിസിനുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. പുതിയ രക്തക്കുഴലുകളുടെ വികസനം. ആൻജിയോജെനിസിസിനുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. പുതിയ രക്തക്കുഴലുകളുടെ വികസനം. താഴെ പറയുന്നവയിൽ ഏതാണ് വൈറ്റമിൻ എയുടെ കാര്യത്തിൽ ശരി? വൈറ്റമിൻ എയുടെ അമിതമായ ഉപയോഗം മൈക്രോസിസ്റ്റിക് അനീമിയയും വിനാശകരമായ അനീമിയയ്ക്കും കാരണമാകുന്നു. വിറ്റമിനോസിസ് എയുമായി ബന്ധപ്പെട്ട 2 പ്രധാന ലക്ഷണങ്ങളാണ് പെല്ലഗ്രിയും വിഷാദവും. വൈറ്റമിൻ എയുടെ കുറവ് രാത്രി അന്ധതയ്ക്കും സിറോഫ്താൽമിയയ്ക്കും കാരണമാകുന്നു. വിറ്റമിനോസിസ് എ കുട്ടികളിൽ അസ്ഥികളെ മൃദുവാക്കുന്നു. ഈ പ്രസ്താവനകളിൽ വൈറ്റമിൻ എയുടെ കുറവ് രാത്രി അന്ധതയ്ക്കും സിറോഫ്താൽമിയയ്ക്കും കാരണമാകുന്നു എന്നത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഹീലിയത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ഉയർന്ന മർദ്ദത്തിൽ ഹീലിയം ദ്രാവകമായി മാറുന്നു. ഹീലിയത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ഉയർന്ന മർദ്ദത്തിൽ ഹീലിയം ദ്രാവകമായി മാറുന്നു. ലായകത സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ലായനികൾക്കും ലായകങ്ങൾക്കും സമാനമായ രാസസ്വഭാവങ്ങളുണ്ടെങ്കിൽ ലായകത ഉയർന്നതാണ്. ധ്രുവീയ സംയുക്തങ്ങൾ ധ്രുവീയ ലായകങ്ങളിൽ വളരെ ലയിക്കുന്നവയാണ്. ലായനികൾക്കും ലായകങ്ങൾക്കും സമാനമല്ലാത്ത രാസഗുണങ്ങളുണ്ടെങ്കിൽ ലായകത കുറവാണ്. ധ്രുവീയ സംയുക്തങ്ങൾ ധ്രുവീയമല്ലാത്ത ലായകങ്ങളിൽ വളരെ ലയിക്കുന്നവയാണ്. ഇതിൽ 1, 2, 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ലായനികൾക്കും ലായകങ്ങൾക്കും സമാനമായ രാസസ്വഭാവങ്ങളുണ്ടെങ്കിൽ ലായകത ഉയർന്നതാണ്. ധ്രുവീയ സംയുക്തങ്ങൾ ധ്രുവീയ ലായകങ്ങളിൽ വളരെ ലയിക്കുന്നവയാണ്. ലായനികൾക്കും ലായകങ്ങൾക്കും സമാനമല്ലാത്ത രാസഗുണങ്ങളുണ്ടെങ്കിൽ ലായകത കുറവാണ്. താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് ഡാനിഷ് സിദ്ദിഖി. താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് ഡാനിഷ് സിദ്ദിഖി. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡികൾ കണ്ടെത്തുക. കൂടിയാട്ടം മണി മാധവ ചാക്യാർ. മോഹിനിയാട്ടം മൂഴിക്കൽ പങ്കജാക്ഷി. കേരള നടനം ഗുരു ഗോപിനാഥ്.
ഇതിൽ ശരിയായ ജോഡികൾ കൂടിയാട്ടം മണിമാധവ ചാക്യാരും കേരള നടനം ഗുരു ഗോപിനാഥുമാണ്. മോഹിനിയാട്ടം മൂഴിക്കൽ പങ്കജാക്ഷി തെറ്റായ ജോഡിയാണ്. മൂഴിക്കൽ പങ്കജാക്ഷി പാവകളിയിലാണ് പ്രശസ്തയായിട്ടുള്ളത്. മൂഴിക്കൽ പങ്കജാക്ഷി പാവകളി. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായി പൊരുത്തപ്പെടുന്ന ജോഡി നോവലുകളും അനുബന്ധ പ്രധാന കഥാപാത്രങ്ങളും കണ്ടെത്തുക. ഭീമൻ രണ്ടാം ഊഴം, മുജീബ് ആടുജീവിതം, ചേതന ആരാച്ചാർ, അപ്പു ഓടയിൽ നിന്ന്. ഇതിൽ ശരിയായ ജോഡികൾ ഭീമൻ രണ്ടാം ഊഴം, ചേതന ആരാച്ചാർ. ആടുജീവിതത്തിലെ ക്യാരക്ടറിൻ്റെ പേര് മുജീബ് അല്ല നജീബ്. അതേപോലെ ഓടയിൽ നിന്ന് അപ്പു അല്ല പപ്പു. എഴുത്തുകാരൻ്റെ യഥാർത്ഥ പേര് അവരുടെ തൂലികാനാമവുമായി ശരിയായി പൊരുത്തപ്പെടുന്ന ജോഡികൾ കണ്ടെത്തുക. നന്ദനാർ പി സി രാമചന്ദ്രൻ. നന്ദനാർ തൂലികാനാമമായിട്ടുള്ളത് പി സി ഗോപാലൻ. പി സി ഗോപാലൻ്റെ തൂലികാനാമമാണ് നന്ദനാർ. ആനന്ദ് കെ സച്ചിദാനന്ദൻ അല്ല പി സച്ചിദാനന്ദൻ. ആനന്ദ് തൂലികാനാമമായിട്ടുള്ളത് പി സച്ചിദാനന്ദൻ. ടി ഉബൈദ് അബ്ദുറഹ്മാൻ. വിലാസിനി എം കെ മേനോൻ. ഇതിൽ 3ഉം 4ഉമാണ് ശരിയായി പൊരുത്തപ്പെടുന്ന ജോഡികൾ. ടി ഉബൈദ് അബ്ദുറഹ്മാൻ, വിലാസിനി എം കെ മേനോൻ. വിവിധ കായിക ഇനങ്ങളുടെ പേരും കളിക്കാരുടെ എണ്ണവും നൽകിയിരിക്കുന്നു. താഴെ പറയുന്നവയുമായി പൊരുത്തപ്പെടുത്തുക. പോളോ പ്ലെയേഴ്സിൻ്റെ എണ്ണം 4. പോളോ 4. റഗ്ബി പ്ലെയേഴ്സിൻ്റെ എണ്ണം 15. വോളിബോൾ പ്ലെയേഴ്സിൻ്റെ എണ്ണം 6. ബേസ്ബോൾ പ്ലെയേഴ്സിൻ്റെ എണ്ണം 9. അപ്പോൾ പോളോ 4, റഗ്ബി 15, വോളിബോൾ 6, ബേസ്ബോൾ 9. താഴെ പറയുന്നവയിൽ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികൾ തിരഞ്ഞെടുക്കുക. മോക്ഷപ്രദീപം, ബ്രഹ്മസങ്കീർത്തനം. താഴെ പറയുന്നവയിൽ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികളാണ് മോക്ഷപ്രദീപം, ബ്രഹ്മസങ്കീർത്തനം. 58ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 2024 പത്മ പുരസ്കാര ജേതാക്കളുടെ പേരുകൾ നൽകിയിരിക്കുന്നു. തെറ്റായ ഓപ്ഷനുകൾ കണ്ടെത്തുക. ഇതിൽ ഉമാശങ്കർ പാണ്ഡെ ആണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. ഫാത്തിമ ബീവി, മിഥുൻ ചക്രവർത്തി, സീതാറാം ജിൻഡാൽ ഇവർക്കെല്ലാം 2024 പത്മ പുരസ്കാര ജേതാക്കളാണ്. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66A വകുപ്പ് ഭരണഘടനാ വിരുദ്ധവും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഹനിക്കുന്നതിൻ്റെ പേരിൽ കർശനമായി വെട്ടിക്കുറച്ചതുമായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് ഹർജിയിലാണ്? ശ്രേയ സിംഗാളും യൂണിയൻ ഓഫ് ഇന്ത്യയും. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66A വകുപ്പ് ഭരണഘടനാ വിരുദ്ധവും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഹനിക്കുന്നതിൻ്റെ പേരിൽ കർശനമായി വെട്ടിക്കുറച്ചതുമായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് ഹർജിയിലാണ്? ശ്രേയ സിംഗാളും യൂണിയൻ ഓഫ് ഇന്ത്യയും തമ്മിൽ. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ഹബ് ഒരു മൾട്ടി പോർട്ട് റിപ്പീറ്റർ ആണ്. റൂട്ടറുകൾ ബ്രിഡ്ജുകളേക്കാൾ ചെലവേറിയതാണ്. ഗേറ്റ്വേകൾ ഡാറ്റ ലിങ്ക് ലെയറിൽ മാത്രം പ്രവർത്തിപ്പിക്കുന്നു. ഇതിൽ 1ഉം 2ഉം പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഹബ്ബ് ഒരു മൾട്ടിപോർട്ട് റിപ്പീറ്റർ ആണ്. റൂട്ടറുകൾ ബ്രിഡ്ജുകളേക്കാൾ ചെലവേറിയതാണ്. CSV ഫയലുകളിൽ മൂല്യങ്ങളെ വേർതിരിക്കുന്ന പ്രതീകം ഡാഷ് എന്നറിയപ്പെടുന്നു. ഡിലിമിറ്റർ. CSV ഫയലുകളിൽ മൂല്യങ്ങളെ വേർതിരിക്കുന്ന പ്രതീകം ഡിലിമിറ്റർ എന്നറിയപ്പെടുന്നു. സൈബർ സുരക്ഷയെയും ഓൺലൈൻ സുരക്ഷയെയും കുറിച്ച് വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ഇസ്ര ഇൻഫർമേഷൻ സെക്യൂരിറ്റി റിസർച്ച് അസോസിയേഷനുമായി ചേർന്ന് കേരള പോലീസിൻ്റെ സംരംഭം ഡാഷാണ്. കിഡ്സ് ഗ്ലൗ. സൈബർ സുരക്ഷയെയും ഓൺലൈൻ സുരക്ഷയെയും കുറിച്ച് വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ഇൻഫർമേഷൻ സെക്യൂരിറ്റി റിസർച്ച് അസോസിയേഷനുമായി ചേർന്ന് കേരള പോലീസിൻ്റെ സംരംഭം ഡാഷാണ്. കിഡ്സ് ഗ്ലൗ. 1999 കേരള ലോകായുക്ത നിയമത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് 1952 പ്രകാരം അന്വേഷണത്തിന് റെഫർ ചെയ്ത വിഷയത്തിൽ എന്തെങ്കിലും നടപടിയെടുക്കാൻ നിയമപ്രകാരം ലോകായുക്തയ്ക്ക് അധികാരമില്ല.
ലോകായുക്ത അതിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രകടനത്തെക്കുറിച്ചുള്ള ഏകീകൃത റിപ്പോർട്ട് എല്ലാ വർഷവും സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. ലോകായുക്ത വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ചീഫ് സെക്രട്ടറിക്ക് അല്ല, ഗവർണർക്കാണ്. ലോകായുക്ത അതിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രകടനത്തെക്കുറിച്ചുള്ള ഏകീകൃത റിപ്പോർട്ട് എല്ലാ വർഷവും ഗവർണർക്ക് സമർപ്പിക്കേണ്ടതാണ്. ലോകായുക്ത നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസൃതമായി അന്വേഷണത്തിനും വിചാരണയ്ക്കും വേണ്ടി ലോകായുക്ത എന്നറിയപ്പെടുന്ന ഒരാളെ കേരള മുഖ്യമന്ത്രി നിയമിക്കും. ലോകായുക്തയെ നിയമിക്കുന്നത് ഗവർണറാണ്. ലോകായുക്തയെ നിയമിക്കുന്നതിനു മുമ്പ് ഗവർണർ, മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, നിയമസഭാ പ്രതിപക്ഷ നേതാവ് എന്നിവരുമായി കൂടിയാലോചന നടത്തുന്നു. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന 1 മാത്രമാണ്. കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് 1952 പ്രകാരം അന്വേഷണത്തിന് റഫർ ചെയ്ത വിഷയത്തിൽ എന്തെങ്കിലും നടപടിയെടുക്കാൻ നിയമപ്രകാരം ലോകായുക്തയ്ക്ക് അധികാരമില്ല. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനം തടയൽ നിരോധന പരിഹാരം നിയമം 2013 സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? പ്രിസൈഡിംഗ് ഓഫീസറും ഇന്റേണൽ പരാതി കമ്മിറ്റിയിലെ അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്ത തീയതി മുതൽ 3 വർഷത്തിൽ കൂടാത്ത പദവി വഹിക്കും. സീനിയർ തലത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയായിരിക്കേണ്ട ഒരു പ്രിസൈഡിംഗ് ഓഫീസറെ ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ നാമനിർദ്ദേശം ചെയ്യും. പീഡനത്തിനിരയായ ഏതൊരു സ്ത്രീക്കും കഴിഞ്ഞ സംഭവം നടന്ന തീയതി മുതൽ 1 മാസത്തിനുള്ളിൽ ജോലിസ്ഥലത്തെ ലൈംഗികാതിക്രമം സംബന്ധിച്ച് ആന്തരിക പരാതി കമ്മിറ്റിക്ക് പരാതി നൽകാം. ഇതിൽ പ്രസ്താവന 1 ശരിയായിട്ടുള്ളത്. പ്രിസൈഡിംഗ് ഓഫീസറും ഇന്റേണൽ പരാതി കമ്മിറ്റിയിലെ അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്ത തീയതി മുതൽ 3 വർഷത്തിൽ കൂടാത്ത പദവി വഹിക്കും. ഭരണഘടന 105 ഭേദഗതി നിയമം 2021 സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഭരണഘടന 105 ഭേദഗതി പ്രകാരം സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കാനും പരിപാലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഈ ഭേദഗതി അധികാരം നൽകുന്നു. ഭരണഘടന 105 ഭേദഗതി പ്രകാരം സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കാനും പരിപാലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഈ ഭേദഗതി അധികാരം നൽകുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവരും നന്നായി പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.